ലോക്സഭയിലെ തിരിച്ചടിയിൽ നിന്ന് കരകയറി തദ്ദേശം പിടിക്കാൻ സർക്കാർ സംഘടിപ്പിച്ച ആഗോള അയ്യപ്പ സംഗമം നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ പടിവാതിലിൽ തിരിഞ്ഞുകൊത്തുകയാണ്. ശബരിമല വികസനം ചർച്ച ചെയ്യാൻ പമ്പാമണപ്പുറത്ത് ആഗോള അയ്യപ്പ സംഗമം നടന്ന് 4 മാസം പിന്നിട്ടിട്ടും കണക്കുകളിൽ അടിമുടി അവ്യക്തത തുടരുന്നു. നടത്തിപ്പിന് 10,99 ലക്ഷം രൂപ ചിലവായെന്നും ഇതിൽ 4,35 ലക്ഷം രൂപ ഇനിയും കൊടുത്തു തീർക്കാനുണ്ടെന്ന് വ്യക്തമാക്കുന്ന ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഓഡിറ്റ് റിപ്പോർട്ട് പുറത്തുവന്നതോടെയാണ് സംഗമം വീണ്ടും വിവാദ കേന്ദ്രമായത്. എന്നാൽ ഇതിന് ഘടകവിരുദ്ധമായി സംഗമം നടത്താൻ 4,99 ലക്ഷം രൂപയാണ് ചിലവായതെന്ന 2025 നവംബർ 4 ദേവസ്വം കമ്മീഷണറുടെ ഇടക്കാല റിപ്പോർട്ടിലെ കണക്കുകൾ ഇന്ന് പുറത്തുവന്നു. ദേവസ്വം ബോർഡിൽ നിന്നെടുത്ത 3 കോടി രൂപ തിരിച്ചടച്ചെന്നും 2 കോടി രൂപയുടെ സ്പോൺസർഷിപ്പ് കിട്ടാനുണ്ടെന്നും ഇതിൽ വ്യക്തമാക്കിയതോടെ കണക്കുകളിലെ പൊരുത്തക്കേടുകൾ പരകോടിയിൽ. ദേവസ്വം കമ്മീഷണറുടെ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടിയാണ് ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിന്റെ പ്രതിരോധം. എന്നാൽ ടെൻഡർ വിളിക്കാതെ കരാർ നൽകിയത് മര്യാദക്കേടാണെന്ന് നിലവിലെ ദേവസ്വം പ്രസിഡന്റ് K ജയകുമാർ പ്രതികരിക്കുന്നു. ഏത് കാര്യവും ഒരു പൊതുവായിട്ടുള്ള പണം ഉപയോഗിക്കുമ്പോൾ ടെൻഡർ വിളിക്കണം എന്നുള്ളത് മര്യാദയായിട്ടുള്ള കാര്യം. പൊതുകാര്യത്തിന് വേണ്ടി നമ്മൾ പണം മുടക്കുമ്പോൾ ഏറ്റവും നല്ല റേറ്റ് നമുക്ക് കിട്ടണം. ദേവസ്വം ബോർഡിനെ മുൻനിർത്തി രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെ സംഘടിപ്പിച്ച സംഗമത്തിലെ കണക്കിലെ പൊരുത്തക്കേടുകൾ പുറത്തുവന്നതോടെ കൈകഴുകി രക്ഷപ്പെടാനുള്ള ശ്രമത്തിലാണ് സർക്കാരും CPIM-ഉം. ദേവസ്വം ബോർഡാണ് എല്ലാം പറയേണ്ടതെന്ന് മന്ത്രി VN വാസവൻ ആവർത്തിച്ചപ്പോൾ വിവാദങ്ങളെ ന്യായീകരിക്കില്ലെന്നും സംഗമം നടത്തിയവരാണ് കണക്കുകൾ ബോധിപ്പിക്കേണ്ടതെന്നും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും വിശദീകരിച്ചു. അതിന്റെ സാമ്പത്തിക ഇടപാടുകളും കണക്കുകളും ഒന്നും കൈകാര്യം ചെയ്യാൻ ഗവൺമെന്റിന് അധികാരമില്ല. ചെയ്യേണ്ടത് ദേവസ്വം ബോർഡാണ്. എന്തൊക്കെയാണോ കൊണ്ട് വെള്ളത്തിലേക്ക് പോകണം. ഇല്ലെങ്കിലും ഉത്തരവാദിത്തം അവരെ നേരിട്ടുകൊള്ളണം. ഞങ്ങൾക്ക് എന്താ പ്രശ്നം? അതിനെ ന്യായീകരിക്കാൻ പിടിക്കാനൊന്നും ഞാൻ പോകുന്നില്ല. ആഗോള അയ്യപ്പ സംഗമത്തിന്റെ യഥാർത്ഥ കണക്ക് എവിടെ കിട്ടും?